ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്നാണ് വിശുദ്ധ കുമ്പസാരം അറിയപ്പെടുന്നത്. വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയുമാണ് ഓരോ മനുഷ്യനും കുമ്പസാരക്കൂട്ടിലേക്ക് അടുത്തു വരുന്നത്. ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന ആന്തരിക സമാധാനം നൽകുന്ന ഇടങ്ങളാണ് ഓരോ കുമ്പസാരക്കൂടും. മേന്മകൾ പ്രദർശിപ്പിക്കാനല്ല, കഴിവുകൾ പ്രകടിപ്പിക്കാനുമല്ല, മറിച്ച് കുറവുകളും ബലഹീനതകളും വെളിപ്പെടുത്താനുള്ള ഏറ്റവും ഉദാത്തമായൊരിടമാണ് കുമ്പസാരക്കൂട്. കാരണം കുറവുകളെയും വീഴ്ചകളെയും ഇഴകീറി പരിശോധിച്ച് വിധി തീർപ്പാക്കുന്ന കോടതിയല്ല കുമ്പസാരക്കൂട്. മറിച്ച് എത്ര വലിയ വീഴ്ചയിലും കുറ്റപ്പെടുത്താതെ ആശ്വാസം പകർന്നു തരുന്ന ഒരിടം. അതിലുപരിയായി കുമ്പസാരക്കൂടിനെ ആശ്രയത്വമുള്ളതാക്കി മാറ്റുന്നത് അതിൻ്റെ രഹസ്യാത്മകതയാണ്. എത്ര വലിയ രഹസ്യവും എന്നും രഹസ്യമായി തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരിടം, അതാണ് കുമ്പസാരക്കൂട്. ചില മനുഷ്യരൊക്കെ നമ്മെ ഒരു കുമ്പസാരക്കൂടായി കണ്ടടുത്ത് വന്നേക്കാം. എപ്പോഴാണ് നമുക്കും നല്ലൊരു കുമ്പസാരക്കൂടായി മാറാൻ കഴിയുന്നത്? നമ്മോട് സംസാരിക്കുന്നവരോട് ഒരു കുമ്പസാരക്കൂട് പോലെ ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുമ്പോൾ, വീഴ്ചകളിൽ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കാൻ കഴിയുമ്പോൾ, അതിലുപരി മറ്റുള്ളവരുടെ വെളിപ്പെടുത്തലുകളെ രഹസ്യമായി സൂക്ഷിക്കാനും കഴിയുമ്പോൾ ആണ് ഒരു മനുഷ്യന് കുമ്പസാരക്കൂടായി മാറാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുമ്പസാരക്കൂടായി മാറുക എന്നാൽ നല്ല കേൾവിക്കാരാവുക എന്നർത്ഥം. ചില മനുഷ്യർ പറയാറുണ്ട്, എന്നെ കേൾക്കാൻ ആരുമില്ല, ഞാൻ പറയുന്നത് ആർക്കും തിരിച്ചറിയാനാകുന്നില്ല, എൻ്റെ ഭാഗത്ത് നിന്ന് ആരും ചിന്തിക്കുന്നില്ല, എൻ്റെ വിഷമം ആർക്കും മനസ്സിലാകുന്നില്ല എന്നൊക്കെ. ശരിയാണ്, കേൾക്കാനും മനസ്സിലാക്കാനും ഒരാളുണ്ടാവുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. നാം എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും മറ്റേയാൾ പറയുകയാണ്, നീ ഇത് ഇങ്ങനെ എപ്പോഴും പറയണമെന്നില്ല, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഒന്ന് തുറക്കാൻ പോലും സമ്മതിക്കാതെ മനസ്സിൻ്റെ ജാലകങ്ങൾ കൊട്ടിയടയ്ക്കുന്നവർക്ക് മുമ്പിൽ മരവിച്ച് തീർക്കുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നല്ലൊരു കേൾവിക്കാരൻ ആവുക എന്നത് ജീവിതത്തിലെ വലിയ ഗുണങ്ങളിലൊന്നാണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ എന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് കേൾക്കാൻ വേഗതയുള്ളവരായി മാറാം. പലരും വിശ്വസിച്ച് എല്ലാം തുറന്നു പറയുന്നത് ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചാണ്. കുറ്റപ്പെടുത്തി പരിഹസിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഒരു കുമ്പസാരക്കൂട് പോലെ ഹൃദയത്തിന് ആശ്വാസവും മനസ്സിന് സമാധാനവും കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. ഒരാൾക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റിയ കേൾവിയുടെ നല്ലൊരു കുമ്പസാരക്കൂടായി മാറാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.